അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗൂഗിളിൻ്റെ സമ്മർ ഓഫ് കോഡ് അല്ലെങ്കിൽ ജിസോക്കിനെ കുറിച്ചാണ്. അപ്പം എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻ ചെയ്യുക, എന്താണ് അതിന് വേണ്ടിയത്, എന്താണ് അതിന് ബെനിഫിറ്റ്സ്, എന്താണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളെ പ്രൊഫൈൽ സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ടുള്ള എപ്പോഴും ഒരു 3 കാര്യമുണ്ട്. ഒന്ന്, നല്ല പ്രോജക്ട്സ് വേണം, ഇൻറ്റേൺഷിപ്പ് ഉണ്ടാവണം, മൂന്നാമത്തെ ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻ. ഈ മൂന്നെണ്ണത്തിലും ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതും നിങ്ങൾ നല്ല കമ്പനീസിനോ അല്ലെങ്കിൽ നല്ലൊരു പ്രൊജക്ട്സിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രൊഫൈൽ നല്ല സ്ട്രോങ് ആയിരിക്കും. അത് നല്ല ബൂസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് ഒരുപാട് ഇൻ്റർവ്യൂ ഓപ്പർച്യൂണിറ്റീസ് അത് കാരണം വരുന്ന കാര്യം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജിസോക്കിനെ കുറിച്ചാണ്. എന്താണ് ജിസോക്ക് നോക്കാം. ജിസോക്ക് ഗൂഗിൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഓപ്പൺ സോഴ്സ് കൊളോബറേഷൻ പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിൽ എന്താ ഉണ്ടാകുന്നത് വെച്ചാൽ, ഗൂഗിൾ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യും, അതിലേക്ക് വേറെ കുറേ കമ്പനീസ്, അതും റെപ്യൂട്ടഡ് ആയിട്ടുള്ള വലിയ വലിയ കമ്പനീസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അവർ തന്നെ ആ പൈത്തൺ ഫൗണ്ടേഷൻ വരുന്നുണ്ട്, ജാങ്കോ ഉണ്ട്, VLC ഉണ്ട്, ഓപ്പൺ CV, അങ്ങനെ ഒരുപാട് വലിയ വലിയ കമ്പനീസ് ഉണ്ട്. ടെൻസർ ഫ്ലോ, മെഷീൻ ലേണിംഗ് AI ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ടെൻസർ ഫ്ലോ എന്താണെന്ന് അറിയാം. അവരങ്ങനെ കുറേ കമ്പനീസ് വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും, അവരൊരു ഓപ്പൺ സോഴ്സ് പ്രോജക്ട്സ് അവർ ലിസ്റ്റ് ചെയ്യും. അവർ ഈ പ്രോജക്ട്സൊക്കെ ലിസ്റ്റ് ചെയ്തിട്ട് ഈ ഗൂഗിളിൻ്റെ സമ്മർ ഓഫ് കോഡിൽ ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങളെ പോലത്തെ സ്റ്റുഡൻസ് എന്ത് ചെയ്യും, സ്റ്റുഡൻസ് അതിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ട പ്രോജക്ട്സ് എന്താണോ, ഏതിലാണോ നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്, നിങ്ങളെ പാഷൻ ഏതിലുള്ളത്, ഏത് ഡൊമൈനാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ചില കമ്പനീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതുണ്ടാവും. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് താല്പര്യം വെച്ചാൽ നിങ്ങൾ ആ പ്രൊജക്ട്സ് ചൂസ് ചെയ്തിട്ട് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, എന്താണോ ആ കമ്പനീൻ്റെ സ്റ്റാൻഡേർഡ്, ആ കമ്പനീൻ്റെ റൂൾസൊക്കെ എന്താണോ ഒക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിന് കോൺട്രിബ്യൂട്ട്, ആ കോൺട്രിബ്യൂട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു മെൻറ്ററും അതിലുണ്ടോ, ആ കമ്പനിത്തെ ഒരു മെൻറ്റർ ഉണ്ട്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ടെൻസർ ഫ്ലോൻ്റെ ഒരു പ്രൊജക്റ്റാണ് ചെയ്യുന്നത്. ടെൻസർ ഫ്ലോയിൽ ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു മെഷീൻ ലേണിംഗ് സയൻറ്റിസ്റ്റോ അല്ലെങ്കിൽ അവരൊക്കെ വന്ന് നിങ്ങളെ കൂടെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. എങ്ങനെയാണ് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത്, എന്താണ് അവർ എക്സ്പെക്റ്റേഷൻ, ഇതൊക്കെ ക്ലിയർ ചെയ്താണ് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഒരു മെൻറ്ററുണ്ട്. അപ്പം ഇതാണ് ജിസോക്ക്. ഇതിൽ നിങ്ങൾ പങ്കെടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നേക്കാരും. എസ്പെഷ്യലി സ്റ്റുഡൻസിന് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ജിസോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ, ഒന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ കഴിഞ്ഞ വർഷം പാർട്ടിസിപ്പേറ്റ് ചെയ്ത കമ്പനീസ് ഏതൊക്കെയാണ്, കഴിഞ്ഞ വർഷത്തെ സ്റ്റുഡൻസ് എങ്ങനെയാണ് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് അവർ പ്രപ്പോസൽസ് എഴുതിയിട്ടുള്ളത്, പിന്നെ നിങ്ങൾ ചെയ്തിരിക്കേണ്ട 5 കാര്യങ്ങൾ. ഈ 5 കാര്യത്തിൽ 3 ഇത് തുടങ്ങുന്നതിന് മുമ്പ്, അതായത് ഇതിന് ടൈം ലൈനും കൂടി ഞാൻ ഡിസ്കസ് ചെയ്യുന്നേക്കാരം. അപ്പോൾ ഇതിന് ടൈം ലൈൻ എപ്പോഴാണ്, എന്താണ്, നിങ്ങളിപ്പോഴും ലേറ്റ് ആയിട്ടില്ല, ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ലേറ്റ് ഒന്നും ആയിട്ടില്ല. പക്ഷേ ഇപ്പം നല്ലൊരു കറക്റ്റ് ടൈമാണ് നിങ്ങളെ ജേർണി സ്ട്രോങ് ആക്കാൻ നല്ല ടൈം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളും പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയുള്ള മൊത്തത്തിൽ 5 കാര്യം ഉണ്ട്. അതിൽ 3 കാര്യം കോൺട്രിബ്യൂഷൻ ടൈം തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ടി, ബാക്കി 2 കാര്യങ്ങൾ കോൺട്രിബ്യൂഷൻ്റെ കൂടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ജിസോക്ക് എന്താ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ? ഇതിൽ ഒരുപാട് ബെനിഫിറ്റ്സ് സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ബെനിഫിറ്റ്സ് പറയാം. ഫസ്റ്റത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിലേക്ക് ഇതൊരു 12, അതായത് 12 വീക്സ് ടു 22 വീക്സ് വരെയാണ് ഈ പ്രോഗ്രാം പോകുന്നത്. അപ്പോൾ ഇത്രയും കാലത്തിനിടയിൽ നിങ്ങൾക്ക് ഒരു നല്ല ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതും നല്ല വാല്യൂബിൾ ആയിട്ടുള്ള ഗൂഗിളിൻ്റെ ബാനറിൽ വരുന്ന ഇൻ്റർനാഷണൽ കമ്പനീസിലേക്കാണ് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതും ഇതൊരു ഇൻ്റർനാഷണൽ പ്രോഗ്രാം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഇന്ത്യയിലുള്ള സ്റ്റുഡൻസ് മാത്രമല്ല, ലോകത്തിലുള്ള എങ്ങാനുള്ള എല്ലാ സ്റ്റുഡൻസും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടുന്നേക്കാരും. ഓക്കെ, പിന്നെ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ റെസ്യൂമിൽ അത് എഴുതി കഴിഞ്ഞാൽ ഏത് കമ്പനീസ് ആണെങ്കിലും അത് നിങ്ങളൊന്ന് നോക്കി പോകും. നിങ്ങളെ പ്രൊഫൈൽ എന്തായാലും അവരുടെ അറ്റൻഷനിൽ അത് വന്നിരിക്കും. അപ്പം നിങ്ങളെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻ എന്നുള്ളത്. നിങ്ങളെ പ്രൊഫൈൽ എന്നും എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങളെ പ്രൊഫൈൽ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു വലിയൊരു കീ അഡ്വാൻറ്റേജ് സ്കില്ലും തന്നെയാണ് അത്. രണ്ടാമത്തെ പോയിന്റ് എനിക്ക് കിട്ടുന്നത്, ഈ 12 to 22 ആഴ്ചയിൽ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളെ പോലെ ചിന്തിക്കുന്ന ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഒരുപാട് സ്മാർട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് മെൻറ്റേഴ്സിനെ മീറ്റ് ചെയ്യാം. ഈ മെൻറ്റേഴ്സ് പറയുന്നത് എഞ്ചിനീയേഴ്സാണ്. ഇതിപ്പോൾ വലിയ വലിയ കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റും. ഗൂഗിളിൽ തന്നെയുള്ളവരെ പലവരും മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക്, ഒരു സ്ട്രോങ് കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. ഇതിൽ നിന്ന് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ജോബിന് റെഫറൽ കിട്ടാൻ മതി. ചിലപ്പോൾ അവർക്ക് നിങ്ങൾ തമ്മിലുള്ള വൈബൊക്കെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ ഇതൊരു ടീം വർക്കാണ്. അപ്പോൾ നിങ്ങളെ വർക്ക് മാത്രമല്ല നോക്കുക, നിങ്ങൾ എത്രത്തോളം ഒരു എംപ്ലോയബിൾ പേഴ്സൺ ആണെന്നും കൂടി അവർ ചെക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു നല്ല വൈബിൾ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇൻറ്റേൺഷിപ്പ് ഓഫർ കിട്ടും, ചിലപ്പോൾ ഒരു ഫുൾ ടൈം ജോബ് ഓഫർ കിട്ടും. അങ്ങനെ പല ഓപ്പർച്യൂണിറ്റീസ് അവിടെ കിടക്കുന്നുണ്ട്. ഇനി ഫ്യൂച്ചറിൽ നിങ്ങളിപ്പോൾ BTech കഴിഞ്ഞ് പാസ്സായി, അല്ലെങ്കിൽ നിങ്ങൾ കോളേജ് കഴിഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു വർക്കിൽ കയറി പിന്നെ സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇവരൊക്കെ ലിങ്ക്ഡിൻ കണക്ഷൻ മേടിച്ച് ഇവരോട് നിങ്ങൾക്ക് റെഫറൽ ചോദിക്കുക. ഞാനിപ്പം ജോബിന് നോക്കുന്നുണ്ട്, നിങ്ങളതിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ചോദിക്കുക. അവർക്ക് നിങ്ങളെ പേഴ്സണലി അറിയുന്നതുകൊണ്ട് അവർ വളരെ ഹാപ്പി ആയിക്കാരും റെഫറൽ തരാൻ അവർ റെഡി ആയിക്കാരും. അപ്പം അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം, ഗൂഗിൾ എന്നുള്ള ഒരു ബ്രാൻഡ് നെയിം തന്നെ. ഇതിൽ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ബ്രാൻഡ് നെയിമാണ് ശരിക്കും കിട്ടാം. ഒന്ന് ഗൂഗിളിൻ്റെ സമ്മർ ഓഫ് കോഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തൊന്നും അതിൻ്റെ ബ്രാൻഡ് നെയിമിൽ നിങ്ങളത് ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂട്ടർ ആണെന്നുള്ള ഒരു ബ്രാൻഡ് നെയിം കിട്ടും. രണ്ടാമത്തത്, ഏത് കമ്പനിക്ക് വേണ്ടിയാണോ നിങ്ങൾ ചെയ്തത്, നിങ്ങളിപ്പോൾ അത് ടെൻസർ ഫ്ലോക്ക് ചെയ്തു,
ടെൻസർഫ്ലോ നിങ്ങൾക്ക് അറിയാം എത്ര മില്യൺസ് ഓഫ് ഡെവലപ്പേഴ്സ് അതും മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ജാങ്കോയിലേക്ക് വേണ്ടിയിട്ട് ജാങ്കോ എത്രങ്ങാനും സ്റ്റുഡൻസും ഡെവലപ്പേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ യൂസ് ചെയ്യുന്ന ആ കോഡിൽ നിങ്ങളൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക അത് എത്രത്തോളം സ്ട്രോങ് ആണ് നിങ്ങളെ പ്രൊഫൈലാക്കുന്നതെന്ന്. അപ്പം ഇങ്ങനത്തെ ഒരു ബ്രാൻഡ് നെയിം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ റെസ്യൂമിൽ ഫസ്റ്റ് തന്നെ ഹെഡ്ലൈറ്റ് നിങ്ങൾക്ക് അത് എഴുതാനും പറ്റും. അപ്പം അതൊരു വലിയൊരു കീ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നാലാമത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, ഇൻ്റർനാഷണൽ ഓഫേഴ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങളെ കഴിവും നിങ്ങളെ സ്കില്ലും അനുസരിച്ച് അവിടുന്ന് പല രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് ആ ബെനിഫിറ്റ് എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ കണക്ഷൻ നല്ലപോലെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഫുൾ ടൈം ഓഫർ തന്നെ ഇന്ത്യയിലോ അല്ലെങ്കിൽ അബ്രോഡിലോ എവിടെ വേണമെങ്കിലും കിട്ടാൻ ചാൻസ്. അപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആൻഡ് ഏറ്റവും ലാസ്റ്റ് ഓഫ് നിങ്ങൾക്ക് ക്യാഷ് അവാർഡും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 1500 തൊട്ടിട്ട് $3000, അതായത് ഏകദേശം നമ്മുടെ നാട്ടിൽ 1 ലക്ഷം തൊട്ടിട്ട് 2.5 ലക്ഷം രൂപ വരെയാണ് സ്റ്റൈപ്പണ്ടായിട്ട് ഇതിന് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഈ വർഷം എത്രയാണ് കറക്റ്റ് എമൗണ്ട് എന്ന് അറിയില്ല, അത് പ്രോജക്ട്സിന് അനുസരിച്ചിരിക്കും. ചെറിയ പ്രോജക്റ്റിന് ചെറിയ എമൗണ്ടും വലിയ പ്രോജക്ട്സിന് വലിയ എമൗണ്ടൊക്കെയാണ് കിട്ടുക. അപ്പം ക്യാഷ് ഒരു മെയിൻ പോയിൻ്റാണ് ഞാൻ എപ്പോഴും പറഞ്ഞില്ല, പക്ഷേ എന്നാലും സ്റ്റിൽ അതൊരു ആഡഡ് ബെനിഫിറ്റാണ്, നിങ്ങൾ അങ്ങനെ കാണാം. പക്ഷേ ഞാൻ മേലെ പറഞ്ഞ ബാക്കിയുള്ള പോയിൻറ്റ്സാണ് ഇതിൽ ഏറ്റവും കീ അഡ്വാൻറ്റേജ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ ടൈം ലൈൻ നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ജനുവരി 22 തൊട്ടിട്ട് ഫെബ്രുവരി 6 വരെയാണ് ഈ കമ്പനീസ് അവരെ പ്രൊജക്ട്സൊക്കെ ഗൂഗിളിന് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അവർക്ക് ഏതൊക്കെ പ്രൊജക്ട്സാണ് വേണ്ടിയത്, എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത് ഒക്കെ അവർ ഗൂഗിളിന് അയച്ചു കൊടുക്കും. എന്നിട്ട് ഗൂഗിൾ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് ഗൂഗിൾ ഏതാണ് ഏറ്റവും നല്ലതെന്നൊക്കെ നോക്കിയിട്ട് അവർ ഫെബ്രുവരി 21 ആകുമ്പോഴത്തേന് ഈ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഫെബ്രുവരി 21 അവർ ഈ മൊത്തം പ്രൊജക്ട്സിൻ്റെ ലിസ്റ്റ് സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നേക്കാരും. ബൈ ദ വേ ഞാൻ ഈ പറയുന്നതും കാണിക്കുന്ന എല്ലാ സൈറ്റും ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നേക്കാരും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെയുള്ള വേറെ കുറേ ടിപ്സും വരാനുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എങ്ങനെ അതിൽ പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാമെന്നൊക്കെയുള്ള ഓരോ ഐഡിയാസ് ഞാൻ പറഞ്ഞു. അപ്പോൾ എല്ലാതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നേക്കാരും. അപ്പോൾ അതൊന്നും നിങ്ങളാരും പേടിക്കണ്ട. അപ്പോൾ നമുക്ക് ടൈം ലൈനിലേക്ക് പോകാം. അപ്പം ഫെബ്രുവരി 21 അവർ ഈ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഫെബ്രുവരി 22 തൊട്ടിട്ട് നിങ്ങളെ ടാസ്ക് ശരിക്കും തുടങ്ങുന്നത്. ഓക്കെ, ഫെബ്രുവരി 22 തൊട്ടിട്ട് എന്ത് ചെയ്യും, മാർച്ച് 18 വരെ നിങ്ങൾക്ക് ഈ പ്രൊജക്ട്സ് ഒക്കെ വായിക്കാനുള്ള ടൈമാണ്. അപ്പോൾ നിങ്ങൾ ഈ പ്രൊജക്ട്സ് ഒക്കെ വായിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊജക്റ്റ് എന്താണ്, ഐഡിയ ഏതാണ്, ഡൊമൈൻ ഏതാണ്, കമ്പനി ഏതാണ്, ഇതൊക്കെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്തിട്ട് ഇതിലേതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം നിങ്ങൾ തീരുമാനം എടുക്കേണ്ട സമയമാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രൊജക്റ്റ് ചൂസ് ചെയ്യേണ്ട സമയമാണ് ഈ ഒരു മാർച്ച് 18 വരെയുള്ള ടൈം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മാർച്ച് 18 തൊട്ടിട്ട് ഏപ്രിൽ 2 ഒരു 10-12 ദിവസം ഉണ്ട്. ഈ 12 ദിവസമാണ് നിങ്ങൾ അപ്ലിക്കേഷൻ ടൈം തുടങ്ങും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, പ്രൊപ്പോസൽ എഴുതിയിട്ട് ഇവർക്ക് സബ്മിറ്റ് ചെയ്യണം. ഇതാണ് എൻ്റെ പ്രൊപ്പോസൽ, ഞാൻ ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും. ഞാൻ പ്രൊപ്പോസൽസിൻ്റെ കുറച്ച് എക്സാമ്പിളും കാണിച്ചു തരാം, കഴിഞ്ഞ കൊല്ലത്തെ സ്റ്റുഡൻസ് ചെയ്തത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്യും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഈ പ്രൊപ്പോസലും ഇതൊക്കെ ഇട്ടാണ്ട് ഇതിന് അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ 24 ആകുമ്പോഴത്തേന് എന്ത് ചെയ്യും, ഈ കമ്പനീൻ്റെ അഡ്മിൻസ് ഉണ്ടാവില്ലേ, ഈ പ്രൊജക്ട്സ് ഒക്കെ നോക്കുന്നത്, അവർ റാങ്ക് ചെയ്യും. ഇപ്പം നിങ്ങളെ പോലെ വേറെ 100 കുട്ടികൾ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടോ, അപ്പം ഏത് പ്രൊപ്പോസലാണ് ഏറ്റവും അടിപൊളി, അവർക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട, അവർ റാങ്ക് ചെയ്തിട്ട് അത് ഗൂഗിളിന് അയച്ചു കൊടുക്കും. ഗൂഗിൾ എന്നിട്ട് എന്ത് ചെയ്യും, ഒരു മെയ് ഫസ്റ്റ് വീക്ക് ഇതൊക്കെ ആകുമ്പോഴത്തേന് അനൗൺസ് ചെയ്യും ആർക്കൊക്കെയാണ് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടി, ആരെ പ്രൊപ്പോസലാണ് സെലക്ട് ചെയ്ത് മെയ് 1 അവർ അനൗൺസ് ചെയ്തിട്ട് പിന്നെ അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഈ GSOCൻ്റെ ഭാഗമായിട്ടില്ലേ എന്നുള്ളത് അപ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും പ്രൊജക്ട്സ് സെലക്ട് ആവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള എല്ലാ ഹെൽപ്പും നമ്മൾ ഡിസ്കോഡ് സെർവറിൽ ജോയിൻ ചെയ്യുക, നിങ്ങൾ പ്രൊപ്പോസൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൽ അപ്ലോഡ് ചെയ്യുക, നമ്മൾ റിവ്യൂ ചെയ്യുക. ഞാനും എൻ്റെ കൊളീഗ്സും എൻ്റെ വേറെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവരൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കത് റിവ്യൂ ഒക്കെ ചെയ്യാം, നല്ലതാണ്, എന്തൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആണൊക്കെ എല്ലാത്തിനും ഹെൽപ്പ് നമ്മൾ ചെയ്യുന്നേക്കാം. അപ്പോൾ നിങ്ങൾ നമ്മൾ ഡിസ്കോഡിലും ജോയിൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് മെയ് 1 തൊട്ടിട്ട് മെയ് ലാസ്റ്റ് വരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെലക്ട് ആയ സ്റ്റുഡൻസിൻ്റെ ബോണ്ടിങ് പീരീഡാണ്. അതായത് നിങ്ങൾ ഈ മെൻറ്റേഴ്സിനെ മീറ്റ് ചെയ്യും, ബാക്കിയുള്ള സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്യും, ബാക്കിയുള്ള കമ്പനിയിലെ എഞ്ചിനീയേഴ്സിനെ മീറ്റ് ചെയ്യും. നിങ്ങളെല്ലാവരും നമ്മൾ ടീം ബിൽഡിങ്, ബോണ്ടിങ്, അങ്ങനെ കമ്മ്യൂണിറ്റി, എന്തൊക്കെയാണ് അവിടുത്തെ റൂൾസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു നല്ലൊരു ചിൽ വൈബ്, നിങ്ങളെല്ലാവരും വൈബൊക്കെ ഒന്ന് സെറ്റാക്കുന്ന ഒരു ടൈം വെക്കാനും. അത് കഴിഞ്ഞ ശേഷം മെയ് 27 തൊട്ടിട്ട് കോഡിങ് സ്റ്റാർട്ട് ആകും. അപ്പോൾ മെയ് 27 തൊട്ടിട്ട് നിങ്ങൾ എന്തൊക്കെയാണോ പ്രൊപ്പോസലിൽ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ നിങ്ങൾ കോഡ് ചെയ്ത് കാണിക്കേണ്ട സമയമാണ്. കോഡ് ചെയ്തിട്ട് നിങ്ങൾ ഇതൊക്കെ അവരെ ഗിറ്റ്ഹബിൽ ബ്രാഞ്ചിങ്ങും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു പുൾ റിക്വസ്റ്റ് റേസ് ചെയ്യണം, എന്നിട്ട് ഈ കോഡൊക്കെ അപ്ലോഡ് ചെയ്യണം. അപ്പം ഈ ഗിറ്റ്ഹബിനെ കുറിച്ച് നിങ്ങൾ പേടിച്ച് ഇതൊന്നും ബേജാറുണ്ട്, ഞാൻ അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഈ കോമ്പറ്റീഷൻ 12 to 22 ആഴ്ച വരെ പോകും. അപ്പം ടൈം ലൈൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിലിടാം, ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. എന്നിട്ട് ബൈ ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേന് മെൻറ്റേഴ്സിന് ഇവാലുവേഷനും ഇതൊക്കെ നോക്കിയിട്ട് ഫൈനൽ വർക്കിംഗ് പ്രൊഡക്റ്റ് ആണോ, ഇതിൻ്റെ കോഡൊക്കെ അപ്ലോഡ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്രൊഡക്ഷനിൽ ഇട്ടതിന് ശേഷം അവർ റാങ്കിങ്ങും റേറ്റിങ്ങും ഒക്കെ ഇട്ടതിന് ശേഷം കോഡ്
കോഡ് പ്രൊഡക്ഷനിൽ പോകുക എന്നുള്ളതാണ് നിങ്ങളെ വിജയം. ഇത് പ്രൊഡക്ഷനിൽ പോയി എന്നർത്ഥം ഇത് ഓപ്പൺ സോഴ്സിൽ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളെ കോഡ് ഇനി മില്യൺസ് ഓഫ് ഡെവലപ്പേഴ്സ് ആര് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങളെ കോഡ് ഉണ്ടാവും. അപ്പം നിങ്ങളെ പരിപാടി കഴിഞ്ഞു. നിങ്ങൾക്ക് അവിടുന്ന് പിന്നെ നവംബർ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേന് ഇത് ഗൂഗിൾ പബ്ലിഷ് ചെയ്യും, എല്ലാ പ്രോജക്ട്സും എല്ലാവർക്കും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ടൈം ലൈൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടാസ്ക് എപ്പോഴാണ് തുടങ്ങുന്നത്? ഫെബ്രുവരി 22 തൊട്ടിട്ടാണ് നിങ്ങളെ ടാസ്ക് കൊടുക്കുന്നത്. ഫെബ്രുവരി 22 തൊട്ടിട്ട് മാർച്ച് 18 വരെ ഈ പ്രൊജക്ട്സൊക്കെ വായിക്കാനും മനസ്സിലാക്കാനുണ്ട്. അപ്പം ഈ ഫെബ്രുവരി 22 വരെ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മളിനി ആ പോയിന്റിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ബേസിക്കലി നിങ്ങൾ 5 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ 5 കാര്യങ്ങൾ കമ്പൽസറിയാണ്. അതിൽ ഈ ഫസ്റ്റത്തെ 3 കാര്യം, ഓക്കെ, ഈ പറയുന്ന ആദ്യത്തെ 3 കാര്യം ഫെബ്രുവരി 22 വരെ ആകുമ്പോഴത്തേന് നിങ്ങൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്താ? ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതൊരു ഒബ്വിയസ് പോയിൻ്റാണ് നിങ്ങൾക്കറിയാം. പക്ഷേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയാതെ നിങ്ങൾക്ക് ഒരു പ്രോജക്ട്സ് ചെയ്യാനോ ഒരു ഇൻറ്റേൺഷിപ്പിലോ അല്ലെങ്കിൽ ജോബിനോ പോയിട്ട് പണിയെടുക്കാനോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഓൾറെഡി ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയാം, അതിന് പകുതി നോളജൊക്കെ ഉള്ളുന്നുണ്ടെങ്കിൽ അത് നല്ല സ്ട്രോങ് ആക്കാൻ നോക്കുക. ഒട്ടും അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എന്നിട്ടും GSOCൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈത്തൺ സ്റ്റാർട്ട് ചെയ്യുക. പൈത്തൺ പഠിക്കാൻ ഭയങ്കര സിമ്പിളാണ്. 4 to 5 ആഴ്ച മതി. അതായത് നിങ്ങൾക്ക് ഫെബ്രുവരി 22 ആകുമ്പോഴത്തേനും പൈത്തൺ പഠിക്കാനും പറ്റും, അത്യാവശ്യം തിരക്കേടില്ലാതെ കോഡ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പൈത്തൺ എന്തായാലും പഠിക്കുക. ലീഡ് കോഡോ എന്താ പ്ലാറ്റ്ഫോം ഒക്കെ യൂസ് ചെയ്തിട്ട് അതിൽ കോഡ് ചെയ്ത് പഠിക്കുക. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ CVS അല്ലെങ്കിൽ സെൻട്രലൈസ് വെർഷൻ കൺട്രോൾ സിസ്റ്റം. ഓക്കെ, അതായത് നമ്മൾ ഗിറ്റ് ഹബ്, ഗിറ്റ് ലാബ് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമും ആ എൻവയോൺമെൻറ്റിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. അതിന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ റെപ്പോ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറേ പ്രോജക്ട്സ് ഉണ്ട്. പ്രോജക്ട് ബേസ്ഡ് ലേണിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ റെപ്പോ തന്നെ ഉണ്ടാക്കി. നിങ്ങൾ അതിൽ പോയിട്ട് ഏതെങ്കിലും 1-2 പ്രൊജക്ട്സ് ഒക്കെ എടുത്തിട്ട് അതിൽ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യുക. ചിലപ്പം അതിലെ ഫംഗ്ഷൻ ഒന്ന് വൃത്തിയിൽ എഴുതുക, ചിലപ്പോൾ ഡോക്യുമെൻറ്റേഷൻ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ വേരിയബിൾസിൻ്റെ പേര് ശരിയില്ലെങ്കിൽ കുറച്ച് നല്ല വേരിയബിൾസ് ഇടുക, കുറച്ച് നല്ല വെറൈറ്റി ഫീച്ചേഴ്സോ എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നിങ്ങളെ എക്സ്പീരിയൻസ്, നിങ്ങളെ നോളജ് പോലെ അതിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ആ പുൾ റിക്വസ്റ്റും കാര്യങ്ങളും റേസ് ചെയ്യുമ്പോൾ ഞാൻ റിവ്യൂ ചെയ്യുന്നേക്കാരും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നേക്കാരും അതിന് വേണ്ടിയിട്ട്. അപ്പം അതിനൊരു 1-to-1 നിങ്ങൾക്ക് നോളജ് കിട്ടാൻ നമ്മൾ ഡിസ്കോഡ് സെർവറിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് അതിൽ ചോദിച്ചാൽ മതി ആരൊക്കെയാണോ അതിൽ ചെയ്യാൻ താല്പര്യമുള്ള വെച്ചാൽ നമ്മൾ ഡിസ്കോഡിൽ ചോദിക്കാം. നമ്മൾ അതിലൊരു ചാനൽ ഉണ്ടാക്കിയിട്ട് നമ്മളത് ലൈവായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ, അതിൽ നിങ്ങൾ എന്ത് മിസ്റ്റേക്ക് ചെയ്താലും കുഴപ്പമില്ല. കാരണം ഇതിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, എനിക്കും നഷ്ടപ്പെടാനൊന്നുമില്ല. നിങ്ങൾക്ക് കുറേ ബെനിഫിറ്റ് കിട്ടും. നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ബ്രാഞ്ചിങ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പുൾ റിക്വസ്റ്റ് ഉണ്ടാക്കേണ്ടത്, എങ്ങനെ മെർജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഈ ഐഡിയ വേണം നിങ്ങൾക്ക് മറ്റേ GSOCൽ യൂസ് ചെയ്യാൻ. നിങ്ങൾ അവിടെ കോഡ് ചെയ്താണ്ട് ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് ഗിറ്റ് ഹബിലേക്ക് കയറുക. അപ്പോൾ ആ നോളജ് വേണം. അപ്പോൾ ആ മെൻറ്ററിന് മുന്നിൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കാനും പറ്റണം. അപ്പം ഈ ഒരു ഫണ്ടമെൻ്റൽസ് നിങ്ങൾ ഉണ്ടാക്കണം. ഇതൊക്കെ ഫെബ്രുവരി 22 മുന്നേ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ 2 കാര്യമായി. ഒന്ന് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, 2 ഗിറ്റ് ഹബ് അല്ലെങ്കിൽ ഗിറ്റ് ലാബ് ഇതിനെ കുറിച്ചുള്ളൊരു നോളജ്. ഇനി മൂന്നാമത്തെ കാര്യം ഈ ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻ എക്സ്പീരിയൻസ്. അതായത് ഇതിന് മുമ്പ് നിങ്ങളൊരു ഓപ്പൺ സോഴ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. ആ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞ എൻ്റെ ഈ റെപ്പോയിൽ പോവുക, ഇതുപോലെ ചെറിയ ഫീച്ചറോ ഒരു ബഗ് സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയൊരു ഫംഗ്ഷൻ ആഡ് ചെയ്യുക, ഫീച്ചർ എന്തെങ്കിലും നിങ്ങളും ചെയ്യുക, ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഉള്ളിലത്തെ ആ ഒരു പേടി അല്ലെങ്കിൽ അറിയായ്മ അല്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷൻ, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ എന്നുള്ളൊരു പേടി, ഈ വക കാര്യങ്ങളൊക്കെ അവിടുന്ന് പോയി കിട്ടും. നിങ്ങളിവിടെ ആരും ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. അപ്പം എൻ്റെ ഈ റെപ്പോയിൽ നിങ്ങൾ നല്ലോണം കയറി കളിച്ച് നിരങ്ങുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ചെയ്യണം. നാലാമത്തെ പോയിന്റ്, നിങ്ങൾക്ക് ഈ പ്രോജക്ട്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്തുള്ള എക്സ്പീരിയൻസ്, ഇത് ഏകദേശം നിങ്ങൾ ഈ ഫെബ്രുവരി 22 തൊട്ട് മാർച്ച് ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് അതിൻ്റെ ഇടയിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പത്തെ കൊല്ലം ചെയ്ത പ്രോജക്ട്സ് എന്തൊക്കെയാണ് നോക്കുക, എന്നിട്ട് അതിലേക്ക് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ഇപ്പോൾ എടുക്കാം. ഓക്കെ, ഇതാണ് 2023 പ്രോഗ്രാം. അപ്പോൾ ഇതിൽ കുറേ കമ്പനീസിൻ്റെ കുറേ ഉണ്ട്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ ജാവാസ്ക്രിപ്റ്റ് എന്നാണ് എടുക്കുന്നത് എഴുതിക്കോ. അപ്പോൾ ജാവാസ്ക്രിപ്റ്റാണ് നമുക്കറിയാം. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ ഒരു എക്സാമ്പിൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു പ്രോജക്റ്റ് എടുക്കുക. എന്നിട്ട് ആ പ്രോജക്റ്റ് എടുത്തിട്ട് അതിൽ ഏതെങ്കിലും ഒരു നോർമൽ പ്രോജക്ട്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അവരെ വ്യൂ കോഡ് എടുക്കുക. അപ്പോൾ അവരെ ഗിറ്റ് ഹബിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഗിറ്റ് ഹബിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക, അതെന്താണ് പ്രൊജക്റ്റ്, ഇത് എന്തിനെ കുറിച്ചാണെന്നൊക്കെ ഉള്ളത് നോക്കുക. എന്നിട്ട് ഗിറ്റ് ഹബിൻ്റെ റെപ്പോയിലേക്ക് പോവുക. ഓക്കെ, ഈ റെപ്പോയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി ചിലപ്പം ഇവിടെ ഇഷ്യൂസ് എടുത്ത വല്ല ഇഷ്യൂസ് ഉണ്ടോ നോക്കുക. ഇതിലിപ്പോൾ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഇഷ്യൂസ് ഇല്ല. പക്ഷേ ഞാൻ വേറൊരു എക്സാമ്പിൾ ഇവിടെ എടുത്തുതരാം. ഓക്കെ, ഇത് വേറൊരു പ്രൊജക്റ്റാണ്, PS5. ഇത് ജാവാസ്ക്രിപ്റ്റ് പ്രൊജക്റ്റാണ്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങളിപ്പോൾ ഇഷ്യൂസിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ ഓപ്പൺ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. ഇതിൽ ലേബിൾസ് എടുത്തിട്ട് ഫ്രഷേഴ്സിന് പറ്റിയ ഇഷ്യൂസിനാണ് ഗുഡ് ഫസ്റ്റ് ഇഷ്യൂ പറഞ്ഞിട്ട് ലേബിൾ കാണാം. ഈ ലേബിൾ എടുത്തിട്ട് നോക്കുക ഏതെങ്കിലും ഓപ്പൺ ആയിട്ടുണ്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം അവിടെ ഒരു ഓപ്പൺ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇത് ബിഗിനർ ഫ്രണ്ട്ലി കയറിയ ഇഷ്യൂ. അപ്പോൾ നിങ്ങൾ ആ ഇഷ്യൂ ഓപ്പൺ ചെയ്തിട്ട് എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത് നോക്കുക. അപ്പോൾ അതിൽ പറഞ്ഞിട്ട് കുറച്ച് ചെക്ക് ലിസ്റ്റ് ഉണ്ട്, എന്തൊക്കെ ചെയ്യണം, എന്താ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക,
അതിന് വേണ്ടി മാറ്റങ്ങളും ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് അതിലൊരു പുൾ റിക്വസ്റ്റ് റേസ് ചെയ്തിട്ട് അവർക്ക് അപ്ലൈ. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും ഈ പ്രൊജക്റ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കേണ്ടത്. ഇനി അത് കഴിഞ്ഞ് ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ നല്ല പ്രൊപ്പോസൽ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, നല്ല പ്രൊപ്പോസൽ സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മുമ്പത്തെ ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്തത് നോക്കുക. മുമ്പത്തെ പ്രൊജക്ട്സിന് അവരെങ്ങനെയാണ് എന്തൊക്കെ ഫീച്ചേഴ്സാണ് ആഡ് ചെയ്തത് എന്തൊക്കെയാണെന്നുള്ളത്. മുമ്പത്തെ കുറേ പ്രൊജക്ട്സ് ഉണ്ട്, അപ്പം 100 കണക്ക് പ്രൊജക്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ വേണ്ടി ഒരു എക്സാമ്പിളിന് ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ എടുക്കുന്നത് പൈത്തണിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ഓക്കെ, നമുക്ക് പൈത്തണിലുള്ള ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം ഈ ഒരു പ്രൊജക്റ്റ് പൈആറിൻ്റെ ഒരു പ്രൊജക്റ്റ് എടുത്ത് നോക്കാം. എന്നിട്ട് വ്യൂ കോഡ് ക്ലിക്ക് ചെയ്യുക. വ്യൂ കോഡ് ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ഒരു വിക്കി പേജ്, എല്ലാ ഗിറ്റ്ഹബ് പ്രൊജക്റ്റിൻ്റെയും ഒരു വിക്കി പേജ് ഉണ്ടാവും അതിൽ. അപ്പോൾ ആ ലിസ്റ്റിൽ നോക്കിയാൽ തന്നെ ഈ പ്രൊപ്പോസൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം ഈ സ്റ്റുഡൻറ്റ് എന്തൊക്കെ പ്രൊപ്പോസ് ചെയ്ത്, ഈ സ്റ്റുഡൻറ്റ് മൂന്ന് ഫീച്ചേഴ്സ് അതിൽ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ പറയുന്നുണ്ട് എന്താ അതിൻ്റെ 90% സ്റ്റുഡൻറ്റ് ചെയ്തിട്ടുണ്ട്, 90% എന്തൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ പ്രൊപ്പോസൽ പറഞ്ഞതിൻ്റെ മേലെ വേറെ 3 എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എൻഡ് ടു എൻഡ് ടെസ്റ്റിംഗ് കവറേജ്, അല്ലെങ്കിൽ ഗൂഗിൾ എക്സസൈസ് ഷീറ്റ്, ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമ്പനിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ടെൻസർ ഫ്ലോയോ അങ്ങനെ എന്താ വെച്ചാൽ ഓപ്പൺ ചെയ്യുക. ഇഷ്ടപ്പെട്ട ഒരു പ്രൊജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ നോക്കുക, അതിൻ്റെ ഗിറ്റ്ഹബിൻ്റെ ലിങ്കിലേക്ക് പോവുക. എന്നിട്ട് അതിൻ്റെ ഗിറ്റ്ഹബിൽ പോയിട്ട് അതിൽ നോക്കുക എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, എന്താണ് അവിടെ കൊളാബറേഷൻ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഇവിടെ തന്നെ കണ്ടോ എന്തൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത്, ഏതൊക്കെയാണ് പാർട്ട്, ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് വെച്ചാൽ ആ പ്രൊജക്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ വേണം, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഐഡിയ എന്തായാലും വേണം. എന്നിട്ട് പറ്റുന്നത് മാത്രം പ്രൊപ്പോസൽ ചെയ്ത് എന്നിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ പ്രൊപ്പോസലൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ ഡിസ്കോഡ് സെർവറിൽ നിങ്ങളെ പ്രൊപ്പോസൽ അപ്ലോഡ് ചെയ്യുക, നമ്മൾ റിവ്യൂ ചെയ്തിട്ട് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് നിങ്ങൾ പിന്നെ അത് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കൊരു ബെനിഫിറ്റും കിട്ടും, ചിലപ്പം കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ പറ്റും നിങ്ങളെ പ്രൊപ്പോസലൊക്കെ. അപ്പം നമ്മൾ ഡിസ്കോഡ് സെർവർ എപ്പോഴും അവിടെ ഉണ്ട്, അതിലൊരു മലയാളം കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട്, ഒരുപാട് പേര് അതിൽ ഓൾറെഡി മെമ്പേഴ്സാണ്. അപ്പം ജോയിൻ ചെയ്യാത്തവരൊക്കെ അതിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് ഇനിയൊരു കാര്യം കൂടി നോക്കാം, ഏതൊക്കെ കമ്പനീസാണ് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളത് നോക്കാം. അപ്പം ആ ലിസ്റ്റ് ഒന്ന് ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കമ്പനീസിൽ തന്നെ നമുക്ക് നോക്കിയാണ് അപ്പാച്ചെ വന്നിട്ടുണ്ട്, ബ്ലെൻഡർ ഉണ്ട്, ക്രോമിയ ഉണ്ട്. ക്രോമിയ നിങ്ങൾക്ക് അറിയാം ഗൂഗിളിൻ്റെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, അതുണ്ട്. ടെൻസർ ഫ്ലോ ഉണ്ട്, ഇതിൽ ജാങ്കോ ഉണ്ട്. പിന്നെ തന്നെ നിങ്ങൾക്ക് ഡൊമൈൻ വൈസ് ഏതൊക്കെ, അപ്പോൾ എ ഐയിൽ തന്നെ ആരൊക്കെ വന്നിട്ടുണ്ടോ, എ ഐയിൽ ഓപ്പൺ വിനോ ഉണ്ട്. പിന്നെ ഡാറ്റ റിലേറ്റഡിലാണെന്നുണ്ടെങ്കിൽ DBPD ഉണ്ട്, ക്ലൗഡ് CV ഉണ്ട്, മാൻഡിസ് ഉണ്ട്, ഓപ്പൺ CV ഉണ്ട്. ഓപ്പൺ CV നിങ്ങൾക്ക് അറിയുന്ന പോലെ കമ്പ്യൂട്ടർ വിഷന് ഭയങ്കര പേര് കേട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഓപ്പൺ CV. ഇപ്പോൾ അവരുടെ പ്രൊജക്ട്സ് ഉണ്ട്. അപ്പം പോസ്റ്റ്ഗ്രസ് SQL ഉണ്ട്, അതായത് പോസ്റ്റ്ഗ്രസ് SQL എന്ന ഡാറ്റാബേസ് ആണ്. ആ ഡാറ്റാബേസ് കമ്പനി, അതായത് ആ ഒരു ഫൗണ്ടേഷൻ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എന്ത് ഹ്യൂജ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കമ്പനീസ് ഉണ്ടാവും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി സെർച്ച് ചെയ്യുക. ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ ഒരു ലിങ്കും കൂടി താഴെ ഇടുന്നേക്കാം, അപ്പോൾ നിങ്ങൾ കയറി നോക്കുക. നിങ്ങൾക്ക് ഒരു ഐഡിയ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്, എന്താണ് GSOC, എന്താണ് ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻ. അതിന് വേണ്ടി 5 കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ 5 കാര്യങ്ങൾ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാം. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം, ഗിറ്റ്ലാബിലേക്കൊക്കെ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യണം, ആ എൻവയോൺമെൻറ്റിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓപ്പൺ സോഴ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് എൻ്റെ റെപ്പോ ഞാൻ ലിങ്ക് ചെയ്യുക, അതിൽ കയറി കളിക്കുക, അതിൽ കുറച്ച് റിക്വസ്റ്റ് റേസ് ചെയ്യുക, മെർജ് ചെയ്യുക, അങ്ങനെ PR റേസ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. 4-മത്തെ നിങ്ങൾ മുമ്പത്തെ പ്രൊജക്ട്സിൽ കയറിയിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അതിൽ ഓപ്പൺ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഓപ്പൺ ഇഷ്യൂസ് പോയിട്ട് നിങ്ങൾക്ക് അത് ഫിക്സ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ നോക്കുക. അതിൽ കോൺട്രിബ്യൂട്ട് നന്നായിരിക്കും, നല്ല കാര്യമാണ്. 5-മത്തെ നല്ലൊരു പ്രൊപ്പോസൽ ചെയ്താൽ, നല്ല പ്രൊപ്പോസൽ ചെയ്താൽ നമ്മൾ സഹായിക്കും. നമ്മൾ ഡിസ്കോഡിൽ കയറുക, അപ്ലോഡ് ചെയ്യുക, നമ്മൾ റിവ്യൂ ചെയ്യുന്നേക്കാരം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് GSOCനെ കുറിച്ചൊരു നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലിടുക, എന്തായാലും കമൻറ്റ് ചെയ്യുക. ഞാനിതിൽ കാണിച്ചുന്ന എല്ലാ ലിങ്ക്സും താഴെ ഇടുന്നേക്കാരം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.